ദിവസങ്ങളോളം മരണത്തോട് പോരാടിയ ശേഷം ഒടുവിൽ 18-കാരി മരണത്തിന് കീഴടങ്ങി. തന്റെ പ്രിയപ്പെട്ട മകളുടെ ജീവനറ്റ ശരീരം കണ്ട് നെഞ്ചു തകർന്ന് കരയുന്ന ആ പിതാവിന്റെ കാഴ്ച കണ്ടു നിൽക്കാൻ കഴിയുന്നതായിരുന്നില്ല. എത്ര പണം ചെലവിട്ടിട്ടാണെങ്കിലും തന്റെ മകളെ ഈ ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ അദ്ദേഹം ആവതു ശ്രമിച്ചതാണ്. പക്ഷേ വിധിയുടെ തീരുമാനം മറ്റൊന്നായിരുന്നു. വെറും ഒരു 200 രൂപയുടെ പേരിലാണ് പെൺകുട്ടി ജീവിതം അവസാനിപ്പിച്ചത് എന്ന് കേട്ടപ്പോൾ ഏറെ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. കാസർഗോഡ് സ്വദേശിനിയായ ആമിന നൂസ എന്ന ഈ കൗമാരക്കാരിയുടെ അപ്രതീക്ഷിത വേർപാട് കേട്ട് നാടൊന്നാകെ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. കഴിഞ്ഞ ജൂലൈ 25-നായിരുന്നു ആമിനയുടെ ജീവിതം മാറ്റിമറിച്ച് ആ സംഭവം നടക്കുന്നത്. അന്നേ ദിവസം രാവിലെ പതിവ് പോലെ വീട്ടിൽ നിന്നും ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ക്ലാസ്സിനായി ഇറങ്ങിയതായിരുന്നു ആമിന. വഴിമധ്യേ ഒരു കടയിൽ കയറുകയും അവിടെ നിന്നും ഒരു എലിവിഷത്തിന്റെ പാക്കറ്റ് വാങ്ങുകയും ചെയ്തു. തുടർന്ന് തളങ്കര മാലിക് ദിനാർ പള്ളിക്കടുത്തുള്ള സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് ആമിന രഹസ്യമായി അത് കഴിക്കുകയായിരുന്നു. അതിനുശേഷം യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ആമിന നേരെ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ്സിനായി എത്തുകയും ചെയ്തു. എന്നാൽ ഉച്ചയ്ക്ക് 12:30 ആമിനയ്ക്ക് കഠിനമായ ഛർദിയും ശാരീരിക അസ്വസ്ഥതകളും അനുഭവപ്പെടാൻ തുടങ്ങി. ഉടനെ സഹപാഠികളും അധ്യാപകരും ചേർന്ന് ആമിനയെ കാസർകോട്ടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ വെച്ചാണ് ആമിന താൻ എലിവിഷം കഴിച്ച കാര്യം ഡോക്ടർമാരോട് വെളിപ്പെടുത്തുന്നത്. സിങ്ക് ഫോസ്ഫേറ്റ് അടങ്ങിയ മാരക വിഷമാണ് ഉള്ളിൽ ചെന്നത് എന്നറിഞ്ഞതോടെ ഉടൻ തന്നെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട്ടെ ആസ്റ്റർ മിംസ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. കിഡ്നി മാറ്റിവെക്കൽ ഉൾപ്പെടെ തന്റെ മകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്ത് ത്യാഗത്തിനും ആ പിതാവ് തയ്യാറായിരുന്നു. ഒടുവിൽ പ്രാർത്ഥനകളെല്ലാം വിഫലമാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് ആമിന മരണത്തിന് കീഴടങ്ങുന്നത്. പിതാവിനോട് ഏറെ മാനസിക അടുപ്പം പുലർത്തിയിരുന്ന പെൺകുട്ടിയായിരുന്നു ആമിന. ഫോൺ റീചാർജ് ചെയ്യാനായി രാവിലെ ക്ലാസ്സിന് പോകുന്നതിന് മുൻപേ ആമിന ഉപ്പയോട് 1500 രൂപ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആ സമയത്ത് അദ്ദേഹത്തിന്റെ കൈവശം 1300 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. ഉള്ള തുക മകളുടെ കൈകളിൽ വെച്ചുകൊടുത്ത് ബാക്കി 200 രൂപ നാളെ തരാം മോളെ എന്ന് ആ പിതാവ് സ്നേഹത്തോടെ പറയുകയും ചെയ്തു. എന്നാൽ ആ കൗമാര മനസ്സിന് പിതാവിന്റെ വാക്കുകൾ താങ്ങാനായില്ല. പുറമേക്ക് പരിഭവങ്ങളൊന്നും കാണിക്കാതെ ക്ലാസ്സിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയ ആമിന പിന്നീട് ആ വലിയ തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. പെൺകുട്ടി ജീവനൊടുക്കാൻ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. നിലവിൽ മറ്റു സൂചനകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. മാതാപിതാക്കളുടെ സ്നേഹപൂർവ്വമായ നിയന്ത്രണങ്ങളെയോ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കാരണമുള്ള താൽക്കാലിക പരിമിതികളെയോ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിധം ഇന്നത്തെ തലമുറയുടെ മാനസികാരോഗ്യം ദുർബലപ്പെടുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഈ സംഭവം. ഒരു നിമിഷത്തെ വൈകാരികമായ എടുത്തുചാട്ടം തകർത്തെറിയുന്നത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളെയാണ്. എന്തായാലും ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവ് ആ പിതാവിന് നൽകിയാണ് ആമിന ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്.